വട്ടിയൂർക്കാവിലെ വികസനം വെച്ച് പ്രശാന്താകാൻ സാധ്യത. പിന്നെ അവരുടെ ഇപ്പോഴത്തെ പ്രകടന പത്രിക അനുസരിച്ച് മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. എങ്ങനെയൊക്കെയാണ് അങ്ങനെ പറയാനേ പറ്റൂ. മറ്റുള്ള BJP പോലെ പിന്നെ ഇടതുപക്ഷ പാർട്ടികളെ പോലെ പണം വാരി എറിയാനായിട്ട് അവരെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ മോശമായിട്ട് കാണും. പറഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്സിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. എന്നാലും നമ്മൾക്ക് ഇവിടെ പൊട്ടിത്തരം ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ധാരണ. രണ്ട് UDFൻ്റെ എന്ന് പറയുന്നത് കെ മുരളീധരനാണ്, മറ്റൊന്ന് പറയുന്നത് VK പ്രശാന്താണ്, തക്ഫറാണ്. ഈ സാഹചര്യം മറ്റവർ മുതലാക്കാനല്ല. ഇവിടെ ഈ 5 വാർഡുകൾ BJPക്കാണ്. 5 വാർഡ് എനിക്ക് തോന്നുന്നു ഷീലേഖ ജയിക്കാൻ സാധ്യത. ഇവിടെ പറഞ്ഞാൽ പ്രശാന്തിനാണ്. മൂന്നൂര് കട്ടക്കട്ടയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഷീലേഖ ജയിക്കാൻ സാധ്യത. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഷീലേഖ ജയിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. മുരളീധരനും ജയിച്ചു. കാരണം മുരളീധരൻ കഴിഞ്ഞാൽ ഷീലേഖയാണ്. 3 പേരും തുല്യരായിട്ട് നിൽക്കുകയാണ്. മുരളീധരനാണ് മുൻഗണന. പ്രശാന്തിനെ പറ്റി വലിയ താല്പര്യമില്ല. എന്നുവെച്ചാൽ ഇപ്പം പറയുന്നത് കോൺഗ്രസിനെ പറ്റിയല്ലേ ഒരു അഭിപ്രായങ്ങൾ അഴിമതിയായിട്ട് പറയുന്നത് കൂടുതൽ. ഇനിയിപ്പം മേനകാഗാന്ധി വരെയല്ലേ വേറൊരുക്കട, മേനകാഗാന്ധി വേറൊരുക്കട വരെയല്ലേ, പ്രിയങ്കാഗാന്ധി വരെയല്ലേ. പ്രിയങ്കാഗാന്ധി വരുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇപ്പം നമ്മൾ ഇപ്പം BJP വലുതായിട്ട് കൊണ്ടുപോകത്തില്ല. ഇനി പ്രശാന്തായിരിക്കും, അല്ലെങ്കിൽ മുരളീധരനായിരിക്കും. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. പ്രശാന്തിനാണ് ട്രെൻഡുള്ളത്. 3 പേരും തുല്യശക്തിയായിട്ടാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളി നല്ല പ്രവർത്തനമാണ്. ശരം മുന്നോട്ടാണ് ഇപ്പോൾ. അങ്ങനെ ഒരു പറഞ്ഞ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, അല്ലാതെ പ്രകടമായിട്ട് ജനങ്ങളുടെ ഇടയിൽ അതൊന്നുമില്ല. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. എന്നാലും നമ്മൾക്ക് ഇവിടെ പൊട്ടിത്തരം ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ധാരണ. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടും സ്റ്റേറ്റ് കാൻഡിഡേറ്റിനാണ് മത്സരമാണ്, ത്രികോണ മത്സരം വരുന്ന ഈ സാഹചര്യത്തിൽ രണ്ട് UDFൻ്റെ എന്ന് പറയുന്നത് കെ മുരളീധരനാണ്, മറ്റൊന്ന് പറയുന്നത് VK പ്രശാന്താണ്, തക്ഫറാണ്. ഈ സാഹചര്യം മറ്റവർ മുതലാക്കാനല്ല. ഇവിടെ ഈ 5 വാർഡുകൾ BJPക്കാണ്. 5 വാർഡ്. രണ്ടാമത് കടകംപള്ളിയിലെ ഒരു വിഷയം അവിടെ കറങ്ങുന്നത് കൊണ്ട് ഈ പ്രശാന്തിനെ അവിടെ അത് ബാധിക്കുകയും വരുന്നത് ഉള്ളൂർ വരെ വരുന്നതാണ്. അപ്പം അത് BJPക്കാണ് സാധ്യത. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അതാണ്. അതെ, അതാണ് വരുന്നത്. പക്ഷേ ജയിക്കേണ്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VK ആണ്, പ്രശാന്താണ്. സാധ്യത പാടാണ്. ടൈറ്റ് മത്സരമാണ് ഇപ്രാവശ്യത്തെ മത്സരം. ത്രികോണ മത്സരമാണ്, ടൈറ്റ് ഫൈറ്റ്. ഇവിടെ നിയമം ഇങ്ങനെയൊക്കെ വരുന്നതിൽ ഭയങ്കര ടൈറ്റ് ഫൈറ്റാണ്. രണ്ടാമത് അവർ BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന അത്ര ജനങ്ങളുടെ അത്ര ഇൻഫ്ലുവൻസ്ഡ് അല്ല. എങ്കിൽ തന്നെയും സ്ത്രീകളുടെ ഒരു ഇത് അവരിപ്പോൾ ബാധിച്ചു. ഇടയിലൊക്കെ ഇറങ്ങി അവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് എല്ലാവരും റോട്ടിറങ്ങി മിങ്കിൾ ചെയ്യാൻ അത്ര പ്രാപ്തമല്ല. എന്നാൽ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. സാഹചര്യം അനുകൂലമാണെന്ന് തോന്നുന്നു. പ്രശാന്താണ് നമ്മുടെ നിലവിലുള്ള MLA. അദ്ദേഹമാണ് വീണ്ടും വരുമെന്ന് പ്രതീക്ഷ. കാരണം നാട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, വികസന പരിപാടി, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വോട്ട് അദ്ദേഹം പിടിക്കാൻ സാധ്യതയുണ്ട്. VK പ്രശാന്ത് വീണ്ടും വരുന്നതാണ് പ്രതീക്ഷ. നമ്മളൊക്കെ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. കോൺഗ്രസ് പാർട്ടി ഒരുപാട് സ്ഥലത്ത് പ്രോത്സാഹനങ്ങൾ റേഡിയോ കൂടി വിളിച്ച് നടക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഇന്ന് വരെ ഒരു സാധ്യതയും കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ വാഗ്ദാനങ്ങളേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രശാന്ത് നമ്മുടെ ഈ നാട്ടിൽ നല്ല കാര്യങ്ങളും ഞങ്ങളുടെ പെൻഷനും മറ്റതും മറിച്ചതും ഈ റോഡ് പണികൾക്കും കംപ്ലീറ്റാണ്. ഇടതോറുള്ള റോഡുകൾ കംപ്ലീറ്റാണ് കീഴടിച്ച് തന്നേരാം. വാഗ്ദാനം നല്ല രീതിയാണ്. പാർട്ടിയാനും കൊണ്ട് പറയല്ല, നമ്മളെ നാട്ടിലൊരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ത്രികോണ മത്സരമല്ലേ, ആര് ജയിക്കും ആര് നോക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നും പറയാൻ പറ്റില്ല.
ഇവിടെ കടുത്ത മത്സരമാണ്. ഞാൻ ജയിക്കും എന്നുള്ള കടുത്ത മത്സരമാണ്. ജനങ്ങളുടെ കയ്യിലാണ്, ഇത് ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു BJP കാരനാണ്. പക്ഷേ എങ്കിലും മൊത്തത്തിലുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബാക്കി ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം. അതെ. ഞാൻ എന്താ പറയാനായിട്ട് എൻ്റെ ആഗ്രഹം UDF വരണമെന്നാണ്. ഞാൻ ആദ്യം മുതലേ UDF കാരനാണ്. UDF വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ മറ്റുള്ള BJP പോലെയും പിന്നെ ഇടതുപക്ഷ പാർട്ടികളെ പോലെ പണം വാരി എറിയാനായിട്ട് അവരെ ഇല്ലാത്തതുകൊണ്ട് അവരെ കൂടെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം മോശമായിട്ട് കാണുന്നു. അത് പുറത്തുനിന്ന് ആൾ കൊണ്ടുവരണതാണോ ഇല്ലേ എന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇവിടെ മുരളീധരൻ ജയിക്കണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. പ്രചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആര് ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തായാലും പറയാം, നമുക്കിതൊക്കെ അല്ലേ പറയാൻ പറ്റും. 3 പേര് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ വഴി പോലെ പോകാനും സാധ്യതയുണ്ട്, കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മുരളി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരിക്കൽ ഇട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഒരിതുണ്ട്, കട്ടിയൂർക്കാർ ഇട്ടിട്ട് പോയി. അങ്ങനെ നിന്ന് ഇവിടെ നിന്ന് കട്ടിയൂർക്കാർ ശരിയാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ചാൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ആരാണെന്നൊന്നും പറയാൻ പറ്റില്ല. വട്ടിയൂർക്കാവിലെ വികസനം വെച്ച് പ്രശാന്താകാൻ സാധ്യത. പിന്നെ അവരുടെ ഇപ്പോഴത്തെ പ്രകടന പത്രിക അനുസരിച്ച് മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പറയാനേ പറ്റൂ. വട്ടിയൂർക്കാവ് സാധ്യത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം LDF ജയിക്കും എന്നാണ് വിശ്വാസം. ഇവര് പൊതുവെ അവരെ ആ ഇതിലാണ് പറയാൻ അല്ലേ. BJPയുടെ കാര്യം അറിഞ്ഞൂടാ. കോൺഗ്രസ് കുഴപ്പമില്ല.